നിലമ്പൂർ തെരഞ്ഞെടുപ്പിലേക്ക് വരികയാണെങ്കിൽ ഇത്തരം ആൾക്കാർ വന്നിട്ട് ഞങ്ങൾ ഇയാളുടെ കൂടെ ആണ് എന്ന് പറയുന്നു. അദ്ദേഹം നടത്തിയ സാംസ്കാരിക പ്രവർത്തനം എന്താണ്? ആര്യാടൻ ഷൗക്കത്ത് നടത്തി ഞാൻ പറയും 4 സിനിമയ്ക്ക് കഥ എഴുതി നിർമ്മിച്ചു, അതിനുവേണ്ടി എല്ലാ കാര്യങ്ങളും ചെയ്ത കഷ്ടത്തിൽ പോയി കലാശിച്ചു. ഇപ്പോൾ സ്വരാജ് പുസ്തകം എഴുതിയിട്ടുണ്ട് പറയുന്നത്. ആ പുസ്തകത്തെ പറ്റി ഒരുപാട് പരാതികളും ആരോപണങ്ങളൊക്കെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. വിക്കിപീഡിയയിൽ എടുത്ത് എഴുതിയതാ പറയുന്നു. എന്നാൽ നല്ല കക്ഷിയാണ് ആള്, വെരി നൈസ് പേഴ്സൺ, എൻ്റെ സുഹൃത്താണ്. സൗഹൃദം ഇതില് ഈ തെരഞ്ഞെടുപ്പിൽ സൗഹൃദത്തിനല്ല സ്ഥാനം. സുരേഷ് ഗോപി മത്സരിച്ചപ്പോൾ സുരേഷ് ഗോപി ഞാനും ഒരുമിച്ച് വർക്ക് ചെയ്യുന്ന ആൾക്കാരാണ്. ഞങ്ങൾ 2-4 സിനിമകൾ ഒരുമിച്ച് അഭിനയിച്ചിട്ടുണ്ട്. ഞങ്ങളുടെ അമ്മ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിലെ ഒരു പ്രത്യേക ക്ഷണിതാവാണ് അദ്ദേഹം. അദ്ദേഹത്തിന് തെരഞ്ഞെടുപ്പ് വന്നപ്പോൾ അദ്ദേഹം ആരോട് വോട്ട് അഭ്യർത്ഥിക്കുകയോ സിനിമാക്കാരോട് നിങ്ങൾ വന്നിട്ട് എനിക്ക് വേണ്ടി വർക്ക് ചെയ്യണമെന്ന് പറയുകയോ ചെയ്തില്ല. അത് അദ്ദേഹത്തിന് മാന്യതാണ്. ഞാനൊരു പത്രക്കാരന് ഇന്റർവ്യൂ കൊടുത്തപ്പോൾ ഞാൻ പറഞ്ഞു സുരേഷ് ഗോപി എൻ്റെ സുഹൃത്താണ്. അദ്ദേഹം ചോദിച്ചു ഞാൻ ഹൃദയം വേണമെങ്കിൽ കൊടുക്കും. എന്നെ വിളിച്ച് പറയുകയാണ് എനിക്ക് കിഡ്നി മാറ്റി വെക്കുന്നുണ്ട്, കിഡ്നി വേണമെന്ന് പറഞ്ഞാൽ ഞാൻ കൊടുക്കും. പക്ഷെ വോട്ട് ചെയ്യണമെന്ന് പറഞ്ഞാൽ ഞാൻ ചെയ്യില്ല. കാരണം അദ്ദേഹം പ്രതിനിധീകരിക്കുന്ന രാഷ്ട്രീയത്തിലാണ്. അദ്ദേഹം സ്വതന്ത്രമായി മത്സരിക്കട്ടെ, ഞാൻ പോയി വർക്ക് ചെയ്യും. അദ്ദേഹം BJP എന്ന രാഷ്ട്രീയം, വർഗീയ കക്ഷി ആയിട്ടുള്ള BJP ഇന്ത്യയിലെ ജനങ്ങളെ എങ്ങനെ അടുപ്പിക്കാം, എങ്ങനെ തമ്മിലടിപ്പിക്കാം, എങ്ങനെ മതപരമായി വേർതിരിക്കാമെന്ന് തീരുമാനിച്ചിറങ്ങിയ ഒരു പാർട്ടിയുടെ വക്താവായി നിൽക്കുമ്പോൾ ഒരിക്കലും നമുക്ക് സപ്പോർട്ട് ചെയ്യാൻ പറ്റില്ല. അതുപോലെയാണ് ഇവിടെ സ്വരാജ് നല്ല മനുഷ്യനാണ്, സംശയമൊന്നുമില്ല, നന്നായി പ്രസംഗിക്കും, പുസ്തകം വായിക്കും, നല്ല പാർട്ടിക്കാരനാണ്. പക്ഷെ നല്ലൊരു പൊതുപ്രവർത്തകനല്ല. അങ്ങനെ നമുക്കറിയാം ഏത് പൊതുപ്രവർത്തനത്തിലാണ് സ്വരാജ് നിലപാടെടുത്തിട്ടുള്ളത്. ഈ 12-കാരന്റെ 42-കാരന്റെ അകമ്പടിയിൽ പോകുന്ന ഈ രാജാവിനെ ഏതെങ്കിലും രീതിയിൽ വിമർശിച്ചിട്ടുണ്ടാകും, എനിക്കറിയില്ല. ഈ നടന്ന ഞാൻ പറഞ്ഞ സമരങ്ങൾ, ഭൂസമരങ്ങളായാലും ശരി, ആദിവാസി സമരങ്ങളായാലും ശരി, ആശാവർക്കർമാരുടെ സമരമായാലും ശരി, നേഴ്സസിന്റെ സമരമായാലും ശരി, സ്വരാജിന്റെ നിലപാടെന്തായിരുന്നു? സ്വരാജ് എവിടെയായിരുന്നു? പാർട്ടി പറയുന്നത് കേട്ട് ജീവിക്കുന്ന ഒരു മനുഷ്യൻ മാത്രമാണ്. സൗഹൃദം വേറെ, തെരഞ്ഞെടുപ്പിൽ നമ്മുടെ രാഷ്ട്രീയം വേറെ. അങ്ങനെ ആര്യാടൻ ഷൗക്കത്തിന് വേണ്ടി ഞാൻ വർക്ക് ചെയ്യാൻ പോകുമ്പോൾ അതുവരെ രാഷ്ട്രീയത്തിൽ ഞാൻ ഒരു ദിവസം പോയുള്ളൂ. എന്നെ വിളിച്ചൊന്നുമില്ല, എന്നെ വിളിച്ചിട്ടുമില്ല കേട്ടോ, അത് അവരുടെ മര്യാദ. അല്ലാതെ ഷൗക്കത്ത് വിളിച്ചിട്ടുള്ള നിലമ്പൂർ പാട്ടിനൊക്കെ ഞാൻ എവിടുന്നൊക്കെയോ ഓടി തെറിച്ച് പോയിട്ടുണ്ട്. കാരണം അയാൾക്ക് മനുഷ്യന്മാരെ ചേർത്ത് പിടിക്കാനുള്ള ഒരു മനസ്സുണ്ട്. അത് നിലമ്പൂർക്കാരുടെ ഒരു പ്രത്യേകത കേട്ടോ. നിലമ്പൂർക്കാർ എനിക്ക് എവിടെയാണ്, ഞാൻ എവിടെയാണ്, എനിക്ക് പോയതെന്നൊക്കെ ചോദിക്കുന്നത് പ്രത്യേക തരത്തിൽ ബന്ധമാണ്. എൻ്റെ ഭാര്യ വീട് നിലമ്പൂര. എനിക്ക് ശരിക്കും വോട്ട് ഇല്ല അവിടെ, വേണമെങ്കിൽ കളവോട്ടൊക്കെ ചെയ്യായിരുന്നു. 4 വോട്ട് ആവശ്യമുണ്ട്, 4 വഴിക്ക് പോയി. നമ്മൾ സഖാവാല്ലാത്തതുകൊണ്ട് കളവോട്ട് ചെയ്യാൻ പറ്റില്ല. അവർ ആ ഒരു ലൈൻ അറിയില്ല, അതുകൊണ്ട് ചെയ്യില്ല. അപ്പൊ നെൽമ്പൂർക്കാരുടെ ഒരു സ്നേഹം എനിക്കറിയാം. നെൽമ്പൂരിൽ മലബാറുണ്ട്. നമ്മൾ സിനിമയിലൊക്കെ എവിടെ പോയാലും ആൾക്കാർ കോഴിക്കോടിനെ പറ്റി, കോഴിക്കോട് ഓട്ടോറിക്ഷയെ പറ്റിയിട്ടും ജനങ്ങളെ പറ്റിയൊക്കെ പറയും. രാഷ്ട്രീയം മറന്നിട്ട്, സമുദായം മറന്നിട്ട്, ജാതി മറന്നിട്ടുള്ള ഒരു സ്നേഹബന്ധമാണ് അവിടെ ഉള്ളത്. ബാപ്പുട്ടിക്ക എന്ന് പറഞ്ഞ് നമ്മൾ കേൾക്കുമ്പോൾ തന്നെ നമുക്കൊരു സുഖമാണ്. ഉറപ്പിച്ചു അദ്ദേഹം ജയിക്കും. പക്ഷേ ഒരു ചെറിയ പേടിയുണ്ടായിരുന്നത് അവിടെ മറ്റൊരു എന്താ പറയാ, ഒരു കടന്നൽ എന്ന് സ്വയം വിശേഷിപ്പിക്കുന്നു. ഈ കാലത്തൊക്കെ ഒരാൾ വിശേഷിപ്പിക്കുക കടന്നൽ, തേനീച്ച ഒരു സ്നേഹം തോന്നും. ഞാൻ കടന്നലാണെന്നൊക്കെ പറഞ്ഞിട്ടൊരു മനുഷ്യൻ, അദ്ദേഹത്തെ പറ്റി കോൺഗ്രസ് അക്കോമഡേറ്റ് ചെയ്തിരുന്നെങ്കിൽ ഞാനിവിടെ പ്രസംഗിക്കാൻ പറ്റില്ല. കാരണം അവിടെയാണ് CKGയുടെ കണിശമായ രാഷ്ട്രീയ നിലപാട് നിങ്ങൾ ഉയർത്തിപ്പിടിച്ചത്. അക്കാര്യത്തിൽ ഞാൻ പ്രതിപക്ഷ നേതാവ് V.D. സതീശനെ സെല്യൂട്ട് ചെയ്തു. ഞാൻ അദ്ദേഹത്തോട് നേരിട്ട് പറഞ്ഞു. ഇവിടെ പോയപ്പോൾ അവിചാരിതമായി ഞങ്ങൾ കണ്ടുപിടിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, എന്നെ വിളിച്ചിട്ട് വന്നതല്ല, എന്റെ മനസാക്ഷി പറഞ്ഞിട്ടേ വന്നതാണ്. മനസാക്ഷി പറഞ്ഞു നീ ആര്യാടൻ ഷൗക്കത്തിനോടെ പോകണം. ഞാൻ പോയത് വേറെ സ്കൂളിൽ പരിപാടിക്ക് പോയതാണ്. എൻ്റെ ഭാര്യയുടെ അച്ഛൻ പഠിപ്പിച്ച സ്കൂളിലെ ഒരു വാർഷിക പരിപാടിക്ക് പോയതായിരുന്നു. അപ്പോ ഞാൻ പറഞ്ഞു, എൻ്റെ വണ്ടി പഠിക്കുന്ന ആളോട് പറഞ്ഞു, ഞങ്ങൾ തിരിച്ച് എറണാകുളത്തേക്ക് പോകേണ്ടതാണ്, ഷൂട്ടിങ്ങിന് പിറ്റേ ദിവസം. ചേട്ടൻ നമ്മൾ നേരെ എറണാകുളത്തേക്ക് വിടില്ലേ. ഞാൻ പറഞ്ഞാൽ അവിടെ നമ്മൾ നിലമ്പൂർ വന്നിട്ട് ഷൗക്കത്തിനെ കാണാതെ പോയിട്ടുണ്ടെങ്കിൽ അതൊരു പച്ച മലയാളത്തിൽ പറഞ്ഞാൽ ഒരു ചെറ്റത്തലാണ്. അതുകൊണ്ട് അത്ര ചെറ്റയാവണ്ട, അതുകൊണ്ട് നമുക്ക് വണ്ടി എടുക്കും, നമുക്ക് പോവാം. അങ്ങനെ ഞങ്ങൾ അന്വേഷിച്ചു പോകും. വിളിച്ചപ്പം കിട്ടിയില്ല ആദ്യം. പിന്നെ എന്നെ തിരിച്ചു വരണം പറഞ്ഞ് വിളിച്ചു. ഞാൻ പറഞ്ഞു ഞാനവിടെ ഉണ്ട്, ഞങ്ങൾ മൂത്തേടത്താണ്, അവിടെ വരാൻ പറ്റുമോ? നമ്മളെത്താം. ഞാൻ മൂത്തേടത്ത് എത്തി. ഇവരിങ്ങനെ കുറച്ചേരം പരിപാടിയായിട്ട് പോയതാണ്, കാണാനില്ല. കുറച്ചേരം ഗ്രൂപ്പിലൊക്കെ
IDF-ന്റെ പ്രചരണ ജാഥ പോകുന്നുണ്ട്. ഞാൻ ചോദിച്ചു അതിൻ്റെ കൂടെ കൂടിയാലോ, ഏതായാലും വന്ന സ്ഥിതിക്ക്. അപ്പോഴാണ് വീണ്ടും ഒന്നും നമുക്ക് മൂത്തേടത്തിൽ ഇപ്പുറത്ത് വേറെ സ്ഥലത്ത് പുതിയ വീട് ഒന്ന് അവിടെ സംസാരിച്ചിട്ട് പോയാൽ മതി വന്നു. അങ്ങനെ അവിടെ സംസാരിച്ചപ്പോൾ പ്രതിപക്ഷ നേതാവ് വരുന്നു. ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, നിങ്ങളുടെ ഈ ഒരു നിലപാടിലെ കണിശത, അതാണ് നമ്മുടെ സക്സസ്. വെദർ ഇറ്റ് ഈസ് ഫെയിലിയർ ഓർ സക്സസ് ഇൻ ദ ഇലക്ഷൻ. തെരഞ്ഞെടുപ്പിൽ തോൽക്കുക ജയിക്കുക എന്നുള്ളതല്ല, നമ്മുടെ നിലപാടെടുക്കുന്നു, അതിനുവേണ്ടി ഫൈറ്റ് ചെയ്യുന്നു, അതിന്റെ റിസൾട്ട് ഉണ്ടാവാം. റിസൾട്ട് വരും, ഡെഫിനറ്റായിട്ട് വരും, ഡെഫിനറ്റായിട്ട് വന്നു. ഇപ്പോഴും അതിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്.